3 ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ പരിപാടികളെക്കുറിച്ച് അറിയുമ്പോൾ ലോകം മൊത്തം ആരാധിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ട് എന്ന് ഇന്ത്യക്കാർക്ക് മൊത്തം അഹങ്കരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ അമേരിക്കയിലെ പരിപാടികളിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടകനടിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കരച്ചിൽ നാടകമില്ല. കാശു മുടക്കി ആളുകളെ ഇറക്കിയുള്ള മോദി നാടകത്തിന് തുല്യമായ രാഹുൽ നാടകമില്ല. മറിച്ച് അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായുള്ള സംവാദമാണ്. എന്തുകൊണ്ടും വിവേകമുള്ള ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനിക്കാനുള്ള ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ അമേരിക്കൻ സന്ദർശനം എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹത്തിന്റെ അമേരിക്കൻ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. 19-ാം തീയതി ശനിയാഴ്ചയാണ് മാസച്യൂസെറ്റ്സിലെ ബോസ്റ്റൺ ലോഗൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അദ്ദേഹം എത്തിച്ചേർന്നത്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സാം പിത്രോഡയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തെ ബോസ്റ്റൺ എയർപോർട്ടിൽ സ്വീകരിച്ചത്. ഇവിടെ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രംഗമാണ് ഇത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ എപ്പോഴും വെളുത്ത ടീഷർട്ട് ധരിച്ച് പ്രത്യക്ഷപ്പെടാറുള്ള രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നീല നിറമുള്ള ടീഷർട്ട് ഇട്ടാണ്. ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അതിന് വളരെ വലിയ ഒരു പ്രത്യേകതയുണ്ട്. ഈ നീല നിറം ഇന്ത്യയിലെ ബഹുജൻ സമാജത്തെ, അതായത് ദളിത് വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അംബേദ്കറുടെ പരിപാടിയിൽ അല്ലെങ്കിൽ ദളിത് വിഭാഗക്കാരുടെ പരിപാടിയിൽ നീല ഷാളുകളും നീല ഷർട്ടുകളും ഇട്ട് ആൾക്കാർ പങ്കെടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് അംബേദ്കറുടെ ജന്മദിനം നമ്മൾ ആഘോഷിച്ചത്. അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവരും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുമായ ആളുകളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ സൂചനയായിട്ടാണ് ഈ നീല ഷർട്ടും ധരിച്ച് അദ്ദേഹം അമേരിക്കയിൽ വന്നിറങ്ങുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ സംസ്കാരമുള്ള ആളുകളെ പോലെ സ്വന്തം ക്യാരി ഓൺ ബാഗ് സ്വയം വലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിറങ്ങുന്നത്. സംസ്കാരമുള്ള രാജ്യങ്ങളിലെ എത്ര ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളാണെങ്കിലും അവർ തങ്ങളുടെ ബാഗുകൾ സ്വയം വഹിക്കുകയാണ് ചെയ്യുക. രാഹുൽ ഗാന്ധിയുടെ സംസ്കാരത്തിന്റെയും വിവേകത്തിന്റെയും ആധുനിക ലോകത്തിന്റെ മൂല്യങ്ങളുടെയും നേർത്തെളിവാണ് അദ്ദേഹം സ്വന്തം ബാഗ് സ്വയം വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്. ഇവിടെ വളരെയേറെ ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നത്. ഇവരൊന്നും പണം മുടക്കി അറേഞ്ച് ചെയ്ത ആളുകൾ അല്ല എന്നുള്ളതാണ് മോദിയുടെ സന്ദർശനത്തിൽ നിന്നും രാഹുലിന്റെ സന്ദർശനത്തിനെ വ്യത്യസ്തമാക്കുന്നത്. ബോസ്റ്റൺ ലോഗൻ എയർപോർട്ടിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണത്തിന്റെ ചില ചിത്രങ്ങളാണ് ഇവയൊക്കെ. ഇദ്ദേഹത്തിന്റെ അമേരിക്കയിലെ പ്രധാന പരിപാടി ഏപ്രിൽ 21-ാം തീയതി റോഡ് ഐലൻഡിൽ ഉള്ള ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായി നടത്തുന്ന സംവാദമാണ്. ഈ ബ്രൗൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സാധാരണ യൂണിവേഴ്സിറ്റി അല്ല. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ബ്രൗൺ യൂണിവേഴ്സിറ്റി. ബോസ്റ്റണിൽ നിന്നും ഏകദേശം 50 മൈൽ അല്ലെങ്കിൽ 80 കിലോമീറ്റർ, അതായത് 1 മണിക്കൂർ കാർ ഡ്രൈവ് അകലെ റോഡ് ഐലൻഡ് എന്ന സംസ്ഥാനത്താണ് ബ്രൗൺ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവാം ഐവി ലീഗ് യൂണിവേഴ്സിറ്റി എന്ന്. അമേരിക്കയിലെ ഏറ്റവും മുന്തിയ 8 യൂണിവേഴ്സിറ്റികൾ ചേരുന്നതാണ് ഐവി ലീഗ് എന്ന് പറയുന്ന റിസർച്ച് യൂണിവേഴ്സിറ്റികൾ. ലോകത്തിലെ ഏറ്റവും മികച്ച 8 യൂണിവേഴ്സിറ്റികളാണ് ഐവി ലീഗ് യൂണിവേഴ്സിറ്റികൾ. ഐവി ലീഗ് എന്നറിയപ്പെടുന്ന ഈ 8 യൂണിവേഴ്സിറ്റികൾ ഇവയൊക്കെയാണ്: രാഹുൽ ഗാന്ധി സംവാദം നടക്കുന്ന പ്രൊവിഡൻസ് റോഡ് ഐലൻഡിൽ ഉള്ള ബ്രൗൺ യൂണിവേഴ്സിറ്റി, ന്യൂയോർക്ക് സിറ്റി ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി, ന്യൂയോർക്കിലെ ഈത്തക്കായിലുള്ള കോർണൽ യൂണിവേഴ്സിറ്റി, ഹാനോവർ ന്യൂഹാംഷെയറിലെ ഡാർട്ട്മത്ത് കോളേജ്, രാഹുൽ ഗാന്ധി വിമാനം ഇറങ്ങിയ മാസച്യൂസെറ്റ്സിലെ കേംബ്രിഡ്ജിലുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, പെൻസിൽവേനിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ, ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റണിലുള്ള പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, ന്യൂ ഹേവൻ കണക്റ്റിക്കട്ടിലെ യെയിൽ യൂണിവേഴ്സിറ്റി. ഓർക്കണം, രാഹുൽ ഗാന്ധി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അതായത് ഐവി ലീഗ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നുള്ളത് ഏവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായി സംവാദം നടത്തണമെങ്കിൽ അവരുടെ കാലിബർ ഉള്ള ആളുകൾ ആകണം. ഈ ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളിൽ ഉള്ള അധ്യാപകരിൽ എല്ലാവരും നോബൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ളവരോ അല്ലെങ്കിൽ നോബൽ സമ്മാനത്തിന്
അർഹമായ അത്രയും ഉന്നതമായ ആളുകളോ മാത്രമാണ്. അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ഗവേഷകർ മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകർ. അപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ കഴിവുകളുള്ള, അറിവുള്ള, വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള ജീനിയസ് ആളുകളാണ്. ഈ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. നിങ്ങൾക്ക് 100% മാർക്ക് ഉണ്ടെങ്കിലും ഈ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുകയില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ബഹുമുഖ പ്രതിഭകൾക്കാണ് ഇവിടെ അഡ്മിഷൻ നൽകുക. വിവിധ മേഖലകളിൽ ഉന്നതമായ പ്രാവീണ്യം തെളിയിച്ചവർക്ക്. അത് സ്പോർട്സിലാകാം, മ്യൂസിക്കിലാകാം, ബിസിനസ്സിലാകാം, സാമൂഹിക പ്രവർത്തനങ്ങളിലാകാം. അങ്ങനെയൊക്കെയുള്ള ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ് രാഹുൽ ഗാന്ധിയെ സംവാദത്തിന് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലവാരം എത്രത്തോളമാണ് എന്ന് വ്യക്തമാണല്ലോ. ഈ ഓരോ ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളുടെയും എൻഡോവ്മെന്റ് തന്നെ പല ലോകരാജ്യങ്ങളുടെയും GDP-യേക്കാൾ കൂടിയ തുകയാണ്. ഇവിടെ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് ഈ ഓരോ ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളുടെയും അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻറോൾമെന്റുകളും അവരുടെ എൻഡോവ്മെന്റ് എത്ര ബില്യൺ ഡോളർ ആണ് എന്നുള്ളതും അവിടെ എത്രമാത്രം അധ്യാപകർ ഉണ്ട് എന്നുള്ളതും ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പഠിച്ച ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ എൻഡോവ്മെന്റ് 50 ബില്യൺ ഡോളർ ആണ്. 7153 അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളും 14,495 ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളും പഠിക്കുന്ന ഇവിടെ 4,671 അധ്യാപകർ ഉണ്ട്. അതായത് ഏതാണ്ട് 4 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഉണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഒന്നിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിദ്യാർത്ഥികളും അധ്യാപകരുമായി സംവദിക്കാൻ പോകുന്നത് എന്ന് ഓർക്കണം. ഈ ബ്രൗൺ യൂണിവേഴ്സിറ്റി 1764 സ്ഥാപിതമായത്. അതായത് 260 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ യൂണിവേഴ്സിറ്റി. അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിനും അവിടുത്തെ അധ്യാപനവും എല്ലാവർക്കും ജാതി, മത, വർണ്ണ വ്യത്യാസമില്ലാതെ ഒരേപോലെ ആയിരിക്കണം എന്ന് ആദ്യമായി അനുശാസിച്ച യൂണിവേഴ്സിറ്റിയാണ്. അമേരിക്കയിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ വിദ്യാഭ്യാസം ആരംഭിച്ച ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റിയാണ് ബ്രൗൺ യൂണിവേഴ്സിറ്റി. ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും പുരാതനമായ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ആരംഭിച്ചത് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ ആണ്. ആദ്യമായി ഡോക്ടറൽ ബിരുദം നൽകുന്ന അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ബ്രൗൺ യൂണിവേഴ്സിറ്റി. 1887 മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഡോക്ടറൽ ഡിഗ്രി പ്രോഗ്രാമുകളും ഇവിടെ ആരംഭിക്കുന്നത്. അതായത് ഏതാണ്ട് 140 വർഷങ്ങൾക്ക് മുൻപ്. രാഹുൽ ഗാന്ധിയുമുള്ള സംവാദത്തിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലെ ലിസ്റ്റിംഗ് ആണ് ഇത്. എ കോൺവെർസേഷൻ വിത്ത് രാഹുൽ ഗാന്ധി. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് ആണ് അദ്ദേഹവുമായുള്ള ഈ സംവാദം സംഘടിപ്പിക്കുന്നത്. ഇത് നടക്കുന്നത് അവിടുത്തെ സക്സേന സെന്റർ ഫോർ കണ്ടംപററി സൗത്ത് ഏഷ്യ വിങ്ങിലാണ്. ഈ സംവാദത്തിന്റെ മോഡറേറ്റർ സെന്റർ ഫോർ കണ്ടംപററി സൗത്ത് ഏഷ്യയുടെ ഡയറക്ടർ അശുതോഷ് വാർഷിനെ ആണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ ID-യും നിർബന്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തിങ്കളാഴ്ച 21-ാം തീയതി വൈകുന്നേരം 5 മുതൽ 6:30 വരെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള ഈ സംവാദം നടത്തുന്നത്. അതായത് ഇന്ത്യൻ സമയം 22-ാം തീയതി ചൊവ്വാഴ്ച വെളുപ്പിന് 2:30 മുതൽ 4 വരെ. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്ന, നോബൽ സമ്മാനം നേടിയവരും നേടാൻ അർഹതയുള്ളവരുമായ റിസർച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ സംവാദം നടത്തണമെങ്കിൽ അവർക്ക് ചേർന്ന വ്യക്തിത്വം ആയിരിക്കണമല്ലോ. ഇത്തരം യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളാണ് ലോകത്തെ ഏറ്റവും മികച്ച വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നവരും ലോകത്തെ വിവിധ ഉന്നത രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും ലോകത്തിലെ മികച്ച രാജ്യങ്ങളെ നയിക്കുന്നവരുമായി ഭാവിയിൽ തീരുന്നത്. അദ്ദേഹത്തിന്റെ ഈ അമേരിക്കൻ യാത്രയുടെയും ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന സംവാദങ്ങളുടെയും കൂടുതൽ വീഡിയോകൾ ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ്. അവയൊക്കെ കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവും എന്നതിനാൽ കാണാൻ മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ലോകത്തെ ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളോടും അധ്യാപകരോടും സംവാദം നടത്താൻ കാലിബറുള്ള, വിവരമുള്ള, വിവേകമുള്ള ഒരു പ്രതിപക്ഷ നേതാവുള്ള നാടാണ് നമ്മുടേതെന്ന് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം.